നീറ്റ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ബയോളജിയിൽ നേരിടുന്ന ഒരു പൊതുവായ പ്രശ്നമാണിത്. ഇപ്പം നീറ്റ് പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അവയിലെ സ്റ്റേറ്റ്മെന്റുകൾ NCERT പുസ്തകത്തിലെ അതേ വരികളാണ്. ഈ വരികൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എളുപ്പമല്ല. അതിനാൽ വിദ്യാർത്ഥികൾക്ക് പിഴവുകൾ സംഭവിക്കുകയും മാർക്കുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ഞാനൊരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ പുസ്തകം റിവിഷൻ ആൻഡ് മാസ്റ്ററിംഗ് സുവോളജി ഫോർ നീറ്റ്. ഹലോ, എൻ്റെ പേര് അരവിന്ദ് കറ്റാരിയാണ്. ഞാനൊരു പുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നു. ഇത് നിങ്ങളുടെ NCERT ആശയങ്ങൾക്കും മൊത്തത്തിലുള്ള ചോദ്യങ്ങൾ ശ്രമിക്കുന്ന കഴിവിനും മെച്ചപ്പെടുത്തുന്നു. ഇത് നീറ്റ് പരീക്ഷയിൽ നിങ്ങളെ മാർക്ക് ഉറപ്പാക്കാൻ സഹായിക്കണം. എന്താണ് ഈ പുസ്തകത്തിന് പ്രത്യേകതയുള്ളത്? എന്താണ്? വരൂ, ഞാൻ ഈ ഇൻഡെക്സ് പേജ് കാണിച്ചു തരാം. ഇത് പൊതുവെ 11ാം അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന്റെ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് സാധാരണയായി ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന പഠനങ്ങളിലെ പുസ്തകങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. ഇൻഡെക്സ് ഉപയോഗത്തിന്റെ പ്രയോജനം എന്തെന്നാൽ ഒരു വാക്കിന്റെ പേജ് നമ്പറിലേക്ക് നേരിട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് നേരിട്ട് അവിടെ പോയി അത് വായിക്കാം. ഇതിനു പുറമെ ഇവിടെ കുറെ കൂടുതൽ ഗുണങ്ങളുണ്ട്. ആദ്യ പ്രയോജനം എന്തെന്നാൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും വാക്കിനായി അതിന്റെ വ്യത്യസ്ത പേജ് നമ്പറുകൾ അറിയാൻ കഴിയും. അതിനാൽ നമ്മുടെ പുസ്തകത്തിൽ ആ വാക്ക് എത്രയോ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ പുസ്തകത്തിലും NCERTയിലും ഏത് അധ്യായങ്ങളിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. അതിലൂടെ നമുക്കൊരു ബന്ധം കണ്ടെത്താൻ കഴിയും. ഈ വാക്കിന്റെ ആശയം ഈ അധ്യായത്തിൽ, മറ്റൊരു അധ്യായത്തിൽ, ഇങ്ങനെ പല അധ്യായങ്ങളിലായി ബന്ധിപ്പിക്കാം. ഇപ്പോ നിങ്ങൾക്ക് ഇൻഡെക്സിന്റെ പ്രയോജനം നേരിട്ട് ലഭിക്കാനും കഴിയും. ഒരു നീറ്റ് വിദ്യാർത്ഥിയായി ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഓർമ്മയുണ്ടോ എന്നത് നേരിട്ട് പരിശോധിക്കാം. അവയുടെ അർത്ഥങ്ങൾ, ആശയങ്ങൾ, പ്രധാന പോയിന്റുകൾ എന്നിവ നമുക്ക് അറിയാമോ എന്നത്, അല്ലേ? അതിനാൽ ഇത് ആവർത്തനത്തിന് വളരെ നല്ലൊരു രീതിയാകും. ഈ പുസ്തകം അടിസ്ഥാനപരമായി NCERTയുടെ ലൈനുകളിലാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ചോദ്യം ഒന്ന് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിൽ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ ഉത്തരം നൽകുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഈ പുസ്തകം NCERTന്റെ വരി പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. അതിനാൽ നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കി നിങ്ങളുടെ ചോദ്യത്തിൽ എങ്ങനെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ NCERT അതെങ്ങനെ എഴുതിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനാലാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക, തെറ്റ് നിങ്ങളുടെ നിർമ്മിതിയിലല്ല, പകരം നിങ്ങൾ NCERT പ്രസ്താവനകൾ ശരിയായി മനസ്സിലാക്കിയില്ല എന്നതാണ്. അതിനാലാണത് തെറ്റായത്, അല്ലേ? അതിനാൽ എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് കരുതി അതിനാൽ അത്രയും വിഷമിക്കേണ്ട. പക്ഷെ ഉത്തരം കീഴില് മറ്റൊന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാമരെ? അത് NCERT അടിസ്ഥാനമാക്കിയതാണ്. രണ്ടാമതായി, ഒരധ്യായത്തിലെ നിങ്ങളുടെ മുഴുവൻ ചോദ്യാവലിയുടെ ഫലങ്ങൾ നിങ്ങൾ കുറിച്ചു വയ്ക്കാം. നിങ്ങളൊരു അധ്യായം പൂർത്തിയാക്കിയാതെ അതിന്റെ ആദ്യ റിവിഷൻ ആദ്യ ദിവസം, 2ാം അല്ലെങ്കിൽ 3ാം ദിവസം, 6ാം ദിവസം, 10ാം ദിവസം, 13ാം ദിവസം എന്നിങ്ങനെ നിങ്ങൾക്ക് മുഴുവൻ റെക്കോർഡും സൂക്ഷിക്കാം. നിങ്ങൾക്കൊരു റിപ്പോർട്ട് കാർഡ് തയ്യാറാക്കാം. നിങ്ങൾക്കൊരു റിസൾട്ട് കാർഡ് തയ്യാറാക്കാം. ശരി, അതിനായി ഞാൻ 14 തവണ ആവർത്തനത്തിനായി ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേറെ കൂടുതൽ തയ്യാറാക്കാം. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ്. പുസ്തകത്തില് ഓരോ ചക്രത്തിന്റെയും 14 ആവർത്തനങ്ങൾ നേരിട്ട് കുറിച്ചു വയ്ക്കാം. അതിലൂടെ നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കും. നോക്കൂ, ഞാൻ ഈ അധ്യായം എത്ര മനസ്സോടെ പഠിച്ചു, എനിക്ക് എത്ര നല്ല മാർക്കാണ് ലഭിച്ചത് എന്നിങ്ങനെ ഓരോ അധ്യായത്തിലും. അതിനുശേഷം നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാവും. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരമിരിക്കും. ശരി, ഈ പുസ്തകം അടിസ്ഥാനമാക്കിയിരിക്കുന്ന മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം 11ാം നൂറ്റാണ്ടിൽ ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു എന്നതാണ്. ആ മനഃശാസ്ത്രജ്ഞന്റെ പേര് ഹെർമൻ എബിംഗ്ഹൗസ് ആയിരുന്നു. അദ്ദേഹം ഓർമ്മയുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങളും നടത്തി. ആ പരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച ഫലങ്ങൾ ഇങ്ങനെയായിരുന്നു. നാം ഇന്നൊരാശയം പഠിച്ചാൽ, എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചാൽ നാം പഠിച്ച ഉള്ളടക്കത്തിൽ നിന്ന് ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ ഏകദേശം 20 മുതൽ 30% വരെ അപ്രത്യക്ഷമാകുന്നു. അത് വെറുതെ അദൃശ്യമാവണോ? നമുക്ക് അതൊന്നും ഓർമ്മയില്ല. അതുപോലെ തന്നെ 7-8 അല്ലെങ്കിൽ 10 ദിവസങ്ങൾക്ക് ശേഷം അത് മുഴുവൻ തന്നെ കാണാതാകുന്നു. ഏകദേശം 10 മുതൽ 20% വരെ മാത്രമേ ശേഷിക്കൂ. അതിനാൽ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി 2 ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. അതായത് ഇന്ന് നാം എന്തെങ്കിലും പഠിച്ചാൽ 3 ദിവസത്തിന് ശേഷം അത് വീണ്ടും വായിക്കുക, പിന്നെ 6 ദിവസത്തിന് ശേഷം വീണ്ടും, പിന്നെ 10 ദിവസത്തിന് ശേഷം, പിന്നെ 15 ദിവസത്തിന് ശേഷം, പിന്നെ 30 ദിവസത്തിന് ശേഷം വീണ്ടും വായിക്കുക. ഇങ്ങനെ ഒരേ ഉള്ളടക്കം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചാൽ ആ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ പതിയാൻ തുടങ്ങും. അതെ, ഇതാണ് സ്പേസ്ഡ് റിപ്പിറ്റിഷൻ അല്ലെങ്കിൽ സ്പേസ്ഡ് റിവിഷൻ എന്ന ആശയം. അതിനാൽ ഈ പുസ്തകം ആ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ അധ്യായത്തിലും NCERTയിലെ ഓരോ വരിയിലും അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യം ഉണ്ടാകാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്.
അതിന്റെ ഉത്തരം വെറും ഒരു വാക്ക് മാത്രമാണ്. നിങ്ങൾ നോക്കിയാലേ ഈ പുസ്തകം വാസ്തവത്തിൽ ഒരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യനെയർ ആണ്. ഇത് നീറ്റിന് മാത്രമല്ല ബോർഡ് വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമാണ്. നാം തയ്യാറാക്കിയ ഈ ക്വസ്റ്റ്യനെയർ നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു അധ്യായം പഠിക്കുകയാണെന്ന് കരുതൂ. ഉദാഹരണത്തിന് ആനിമൽ കിങ്ഡമാണ് നടക്കുന്നത്. അതിനുള്ളിൽ 5 ക്വസ്റ്റ്യനെയറുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോ വിഷയം പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള സീനിയർ ചോദ്യങ്ങൾ ശ്രമിക്കുക. ആദ്യം NCERT ഒരിക്കൽ വായിക്കുക. NCERT വായിച്ച ശേഷം നിങ്ങൾ സീനിയർ ചോദ്യങ്ങൾ ശ്രമിച്ചും. ശരിയല്ലേ? അങ്ങനെ ഒരു തേലും നിങ്ങൾ ചോദ്യങ്ങൾ ഒരിക്കലും ശ്രമിച്ചും. ഇപ്പോ ഭാവിയിലെ ആവർത്തനങ്ങൾ നിങ്ങളുടെ കലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്യുക. ഉദാഹരണത്തിന് ഇന്ന് മുതൽ 3 ദിവസത്തിന് ശേഷം, 6 ദിവസത്തിന് ശേഷം, 10 ദിവസത്തിന് ശേഷം, 30 ദിവസത്തിന് ശേഷം എന്നിങ്ങനെ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഇത്ര തവണ ആവർത്തിക്കേണ്ടി വരും. ശരിയല്ലേ? ഒരു മാസത്തിൽ ഏകദേശം 5 തവണ. നിങ്ങൾ ഈ സ്പേസ്ഡ് ഡിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മാത്രം പഠിച്ചാൽ മതി. ശരിയമ്പേ? പക്ഷേ ചോദ്യങ്ങൾ 5 തവണ ചെയ്യാം. ഒരിക്കൽ വായിച്ച ശേഷം 4ാം അല്ലെങ്കിൽ 5ാം തവണ എത്തുമ്പോൾ നിങ്ങളുടെ ഉത്തരം ഹോളിൽ ഭൂരിഭാഗവും ശരിയായിരിക്കും. 100% ശരി. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിനുള്ള കാരണം വളരെ ലളിതമാണ് സഹോദര. നാം മറന്നതെല്ലാം നാം തിരികെ ഓർമ്മിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ചോദ്യം വീണ്ടും ചെയ്തു അതിന്റെ ഉത്തരം പരിശോധിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ഇങ്ങനെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മങ്ങിപ്പോയതെല്ലാം വീണ്ടും തിരികെ വരുന്നു. ശരി, മറ്റുള്ളവയുടെ ഭൂരിഭാഗവും നന്നായി ഓർമ്മയിലായിരുന്നതിനാല് 2ാം അല്ലെങ്കിൽ 3ാം റിവിഷനിലെ മറന്ന ഉള്ളടക്കം വീണ്ടും പൂരിപ്പിക്കപ്പെട്ടു. ആണിന് അത് വീണ്ടും ശരിയായ സ്ഥാനത്തെത്തിച്ചു. ഇങ്ങനെ നമ്മുടെ ഓർമ്മശക്തി തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ പുസ്തകം എങ്ങനെ ഉപയോഗിക്കണം, ഈ ചോദ്യങ്ങൾ എങ്ങനെ ശ്രമിക്കണം എന്നതിനെക്കുറിച്ച് ഞാനിവിടെ ഒരു രീതിയും വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ NCERTയിലുള്ള ഏതെങ്കിലും ചോദ്യാവലി ചെയ്യുമ്പോൾ ആ വിഷയം വായിച്ച ശേഷം, ആ അധ്യായം വായിച്ച ശേഷം അത് പൂർത്തിയാവും. ചോദ്യാവലിക്കനുസരിച്ച് നാം ചില വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ആനിമൽ കിങ്ഡത്തിന്റെ ആദ്യ ചോദ്യാവലിയിൽ 3 ഫൈലങ്ങൾ മാത്രം ഉണ്ടെന്ന് കരുതൂ. അവിടെ പരിചയം, പോറിഫെറ, കോയിലൻഡ്രേറ്റ എന്നിവയുണ്ട്. 3 ഉൾപ്പെടുത്തി. പിന്നെ ഈ 3 മാത്രമേ ഉണ്ടാവൂവെങ്കിൽ ഇവ മാത്രം പഠിച്ച് ഈ ചോദ്യാവലി ശ്രമിച്ചാൽ മതി. ഇപ്പോ നിങ്ങൾ എങ്ങനെ ഈ ചോദ്യാവലി ശ്രമിക്കണം? ഈ പുസ്തകം നിങ്ങളുടെ റിസൾട്ട് കാർഡായും പ്രവർത്തിക്കും. ഈ പുസ്തകത്തില് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നേരിട്ട് കാണാൻ സാധിക്കും. ഏതെങ്കിലും ചോദ്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിച്ച് എഴുതേണ്ടതോ വേറെയായി കുറിക്കേണ്ടതോ ആവശ്യമില്ല. എങ്കിലും എഴുതേണ്ട ആവശ്യമില്ല. ഇത് തന്നെ കാണിക്കും. എങ്ങനെ കാണിക്കും? ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രമിക്കുന്ന ഓരോ ചോദ്യവും ഒരു പ്രത്യേക നിറത്തിലുള്ള പേന ഉപയോഗിച്ച് വട്ടം വയ്ക്കുക എന്നുള്ളതാണ്. ശരി, അങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്ന ഓരോ ചോദ്യത്തിനും ഇത് തുടരുക. നിങ്ങൾ ശ്രമിക്കാത്തവ വെറുതെ വിട്ടുവല്ല, അവ വട്ടം വയ്ക്കാതെ. പിന്നീട് നിങ്ങളുടെ ചോദ്യാവലി പൂർത്തിയായാൽ അതിനുശേഷം പരിശോധിക്കുക. ഉത്തരം ഞാൻ നൽകിയതുപോലെ പിൻവശത്ത് നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ ഉത്തരങ്ങൾ പരിശോധിക്കുമ്പോൾ ശരിയാണെങ്കിൽ ശരി അടയാളം ഇടുക, തെറ്റാണെങ്കിൽ തെറ്റടയാളം ഇടുക. ശരിയല്ലേ? നിങ്ങൾ ശ്രമിച്ച അതേ നിറം ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഇനി രണ്ടാമതും ചെയ്യുമ്പോൾ നിറം മാറ്റണം. ഇങ്ങനെ മുമ്പ് വട്ടം വെച്ചവയുടെ മുകളിൽ വീണ്ടും വീണ്ടും വട്ടം വെക്കുമ്പോൾ, അതെ, ഞാൻ ഈ ചോദ്യം 1 മാസത്തിൽ 5 തവണ ചെയ്തിട്ടുണ്ട് എന്നൊരു പ്രേരണ നിങ്ങൾക്ക് ലഭിക്കും. ശരി, അതിനുശേഷം നിങ്ങൾ വീണ്ടും ചെയ്യണം. അതിനുശേഷം അടുത്ത മാസം നിങ്ങൾക്ക് ഒരിക്കൽ മാത്രം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ മാസം തോറും ചെയ്യുമ്പോൾ അതേ വിഷയത്തിലെ ചോദ്യാവലി 14ഓ 15ഓ തവണ നിങ്ങൾ ചെയ്യുകയും തീർച്ചയായും NCERTയിലെ ഓരോ വാക്കും ഓരോ പ്രസ്താവനയും നിങ്ങൾക്ക് വളരെ നന്നായി ഓർമ്മയാവും. അതിനാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. മറ്റേതെങ്കിലും രീതികൾ ഉപയോഗിക്കരുത്, ഇല്ലെങ്കിൽ ഈ പുസ്തകം ഫലപ്രദമാവില്ല. ഇപ്പോ ചിലർ ചിന്തിക്കാം, എന്തിനാണ് സബ്ജക്റ്റീവ് ചോദ്യാവലി? ഉദാഹരണത്തിന് പ്രത്യേകിച്ച് നീറ്റിന് തയ്യാറെടുക്കുന്നവർ പറയും, നമുക്ക് MCQകൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ സബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ചെയ്യണം? ഇതിനു പിന്നിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കെല്ലാം പൂർണ്ണമായും ഓർമ്മയുണ്ടെങ്കിൽ 2-3 ഓപ്ഷനുകൾക്കിടയിൽ ആശയക്കുഴപ്പമോ സംശയവും ഇല്ലാതെ നേരിട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ കഴിയും. ഇത് സാധ്യമാവുന്നത് നിങ്ങൾ കാര്യങ്ങൾ പൂർണ്ണമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. അതിനാൽ അടിസ്ഥാനത്തിൽ നിങ്ങൾ നീറ്റ് ചോദ്യങ്ങൾ പേപ്പറിൽ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ചോദ്യമോ ശരിയായി ഓർമ്മയില്ലെങ്കിൽ നിങ്ങളത് ഓർമ്മിക്കാൻ ശ്രമിക്കും, അല്ലേ? അതിനാൽ ഈ പുസ്തകം നിങ്ങളെ ആ ഓർമ്മപ്പെടുത്തലിനായി പരിശീലിപ്പിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ വേഗത്തിലും ശക്തിയിലും മെച്ചപ്പെടും. അല്ലെങ്കിൽ പ്രശ്നം എന്തെന്നാൽ നിങ്ങൾ വീണ്ടും ആശയക്കുഴപ്പത്തിലാവും. നിങ്ങൾക്ക് തോന്നും അർദ്ധം ഓപ്ഷനുകൾ ഒഴിവാക്കാമെന്ന്, പക്ഷെ ശേഷിക്കുന്ന 2 ഓപ്ഷനുകൾ ആശയക്കുഴപ്പമുണ്ടാക്കും. ഈ ആശയക്കുഴപ്പ് അതിനാൽ ഒടുവിൽ നിങ്ങൾ അനുമാനിക്കുക ചെയ്യുന്നത്. അതെ, ഈ പുസ്തകം ആ അനുമാന പ്രവൃത്തിക്ക് അവസാനം വരുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു.
പരീക്ഷയിൽ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഓർമ്മപ്പെടുത്തൽ സംവിധാനം വർഷം മുഴുവൻ നമ്മൾ അതിന് പരിശീലനം നൽകിയിട്ടില്ല. വർഷം മുഴുവൻ 4 ഓപ്ഷനുകളിൽ നിന്ന് ശരിയെന്ന് തോന്നുന്നതോ ഏറ്റവും അടുത്തതായതോ ആയ ഉത്തരം മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ നിങ്ങൾ പരീക്ഷയിൽ അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്കുകൾ കുറയും. വർഷം മുഴുവൻ ചെയ്തിട്ടില്ലാത്തത് ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ബ്ലാക്ക് ഔട്ടും കൂടുതൽ ആശയക്കുഴപ്പവും ഉണ്ടാവും. അതിനാലാണ് ഈ ഓർമ്മപ്പെടുത്തൽ സംവിധാനം തുടക്കം മുതൽ തന്നെ സജീവമാക്കുകയും നിങ്ങളുടെ പിഴവുകൾ പിടികൂടുമ്പോൾ അത് തിരുത്തുകയും നമ്മൾ ചർച്ച ചെയ്തതുപോലെ അവയെ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളും വാക്യങ്ങളും കൂടുതൽ വ്യക്തമായി തീരും. മുഴുവൻ പരിപൂർണമായി അവ രൂപപ്പെടും. പിന്നെ നിങ്ങൾ നേരിട്ട് ഉത്തരം കണ്ടെത്തും. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിരിക്കും ഞാൻ കരുതുന്നു. എങ്കിലും ചിലർക്കും എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ മെസ്സേജ് ചെയ്യാം. എൻ്റെ നമ്പർ 8683012348 ആണ്. ശരി, വളരെ നന്ദി. പുസ്തകത്തിൽ നിങ്ങൾക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു.